ഈ മസാലയിൽ ഗ്രില്ല് ചെയ്തെടുത്ത ഫിഷ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ. ഫ്രഷ് മീനായതുകൊണ്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം, എങ്കിലേ ഉപ്പൊക്കെ പിടിക്കത്തുള്ളൂ. നല്ല ഒരു സീ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയിലാണ്. ഈ കൊട്ടാരക്കരയിൽ ആദ്യമായിട്ട് സ്റ്റീംഡ് ബ്രെഡും ബീഫ് സ്റ്റൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇവരാണ്. ഇതുമാത്രമല്ല, വെള്ളയപ്പമുണ്ട്, അതുപോലെ തന്നെ കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ഉപ്പിലിട്ട ബീഫും പുട്ടുമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഐറ്റം ഇവരോട് സെർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുന്നവരിൽ അധികവും റെഗുലർ കസ്റ്റമേഴ്സ് ആട്ടോ. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവരുടെ ഈ പൊറോട്ടയാണ് കേട്ടോ. നല്ല നാടൻ പൊറോട്ട. ഇനി മറ്റൊരു കാര്യം ഇവരുടെ ഡൈനിങ് സ്പേസ് ആണ്. ഏകദേശം 10-30 പേർക്ക് വന്നിരിക്കാൻ പറ്റിയ മാന്യമായ ഒരു ഡൈനിങ് സ്പേസ് അത് അവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ അവിടെ ഇരുന്ന് ഗ്രില്ലാവുന്നേ ഉള്ളൂ. ആ സമയം കൊണ്ട് നല്ല ചൂട് 2 പൊറോട്ടയും ഒപ്പം കണവ റോസ്റ്റും എടുത്തു കേട്ടോ. നല്ല ചൂട് പൊറോട്ടയോടൊപ്പം കണവ റോസ്റ്റും ചെമ്മീൻ കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴിച്ചു നോക്കണം കേട്ടോ. അസാധ്യ രുചിയാണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവർക്ക് കൊല്ലത്ത് ഫിഷിംഗ് ബോട്ടുണ്ട്. മാത്രമല്ല മീനിൻ്റെ സെയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന മീൻ ഫ്രഷാണ്. ആ ക്വാളിറ്റി നമ്മൾ കഴിക്കുന്ന ഓരോ മീനിലും അറിയാനും പറ്റും. നല്ല ഫ്രഷ് മീൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊട്ടാരക്കരയ്ക്ക് വന്നാൽ മതി. കുറച്ച് പൊറോട്ട ആ കണവ റോസ്റ്റ് കൂടി ചേർത്ത് ഇങ്ങനെ എടുക്കണം, എടുത്തിട്ട് കഴിക്കണം. മോനെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണവയുടെയൊക്കെ കുക്കിംഗ് പെർഫെക്ഷനാണ്. ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും. മീനിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നവർക്ക് അത് ഓവർ കുക്കാവാതെ എടുക്കാനും പറ്റത്തുള്ളൂ. ഇതിനൊപ്പം നല്ലൊരു ചൂട് സുലൈമാനിയുടെ കുടിച്ചോണ്ടല്ലോ, പറയണ്ട. അങ്ങനെ കണവയും പൊറോട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഗ്രിൽഡ് ഫിഷ് റെഡിയായിട്ട് വന്നു. ഇവിടെ അവർ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഹമൂർ, സ്നാപ്പർ പോലുള്ള ഫിഷാണ് കേട്ടോ. ഇതിന് തന്നെ അതിൻ്റെ ക്രസ്റ്റ് ഒന്ന് എടുത്തിട്ട് കഴിക്കണം. അടിപൊളിയാണ്. ഇതിനകത്ത് ഒരുപാട് മസാലയൊന്നുമില്ല. വളരെ മൈൽഡ് ഫ്ലേവറിലുള്ള പച്ച മസാലയിലാണ് ഈ ഫിഷ് ഗ്രില്ല് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീനിൻ്റെ സ്വാഭാവികമായ ടേസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് നേരം ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷിനുള്ളിലുള്ള ജ്യൂസൊക്കെ പോയിട്ട് മീറ്റ് അങ്ങ് ഹാർഡാവും. നമുക്ക് ഈ ഫിഷ് കഴിക്കാൻ സത്യം പറഞ്ഞാൽ ഒരു ഗ്രേവിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറിയോ ഒന്നും ആവശ്യമില്ല. ആ മസാല പിടിച്ചിരിക്കുന്ന പുറം ക്രസ്റ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ഫീലാട്ടോ. ആദ്യം കുറച്ച് പൊറോട്ട എടുക്കണം, അതിൻ്റെ മുകളിലായിട്ട് ഈ ഫിഷ് വെക്കണം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് നാരങ്ങ നീര് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ കഴിക്കണം. ഞാനിത് വെറുതെ പറയുന്നതല്ല കേട്ടോ. നിങ്ങൾ സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിതിൻ്റെ ഫാനായിട്ട് മാറും. നിങ്ങളിവിടെ സീ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് പോകുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം ഇവർ ഫ്രഷ് മീൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എല്ലാ മീനും അവൈലബിൾ ആയിരിക്കത്തുമില്ല. നിങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സീ ഫുഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി റെസ്റ്റോറൻറ്റ് വരുന്നത് കൊട്ടാരക്കര ലോവർ കരിക്കകത്ത് റിലയൻസ് പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. വെറൈറ്റി കിച്ചൺ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഇതുവഴി പോവുകയാണെങ്കിൽ ധൈര്യമായിട്ട് കയറിക്കോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.